അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പേജ് നമ്പർ 28, 29, 30 ഈ പേജസിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ പേജസിലെ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, if the sum of the second and term, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, if the sum of the second and fifth terms is 35, can we find the sequence? അത് സെക്കൻഡിൻ്റെയും ഫിഫ്ത്തിൻ്റെയും സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പ്ലസ് ഫിഫ്ത്ത് 35 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആകെ കൂടി ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും പ്ലസ് ചെയ്താൽ 35 ആയിരിക്കണം. അങ്ങനെയുള്ളൊരു സീക്വൻസ് കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു സീക്വൻസ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഈ സെക്കൻഡ് ടേമിന് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. സെക്കൻഡ് ടേമിന് ഞാൻ ഒരു 10 കൊടുക്കണേണ്. സെക്കൻഡ് ടേം 10 ആണെങ്കിൽ ഫിഫ്ത്ത് ടേം എത്രയായിരിക്കും? 25 ആയിരിക്കും അല്ലേ? സെക്കൻഡ് അപ്പോഴാണ് നമുക്ക് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 35 കിട്ടുന്നത്. ഞാൻ ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുത്തു, 10 കൊടുത്തു. അപ്പോൾ ഫിഫ്ത്ത് ടേം 25 ആണ്. അപ്പോൾ രണ്ട് ടേംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയുള്ള സീക്വൻസ് കണ്ടുപിടിക്കാം അല്ലേ? സെക്കൻഡ് ടേം എത്രയാണ്? 10. ഫിഫ്ത്ത് ടേം എത്രയാണ്? 25. അങ്ങനെയെങ്കിൽ എങ്ങനെ ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കും? പൊസിഷൻ ഡിഫറൻസും ടേം ഡിഫറൻസും കണ്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സീക്വൻസിലെ ബാക്കിയുള്ള ടേംസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണമാണ് പെട്ടെന്ന് പറഞ്ഞോളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത് എത്രയാണ്? 5 - 2 3. ഇവിടെയാണെങ്കിലോ 25 - 10 15 അല്ലേ? അപ്പോൾ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കിട്ടി. ഇനി എന്ത് ചെയ്യാം? രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം അല്ലേ? 15/3 ചെയ്തിട്ടുണ്ടെങ്കിൽ 3ൽ 1 ടൈം, 15ൽ 5 ടൈം എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി. അതായത് ഓരോ ടേമിനിടയിലുള്ള ഡിഫറൻസ് 5 ആണെങ്കിൽ സെക്കൻഡ് ടേം നമുക്കറിയാം എത്രയാണ്? 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയായിരിക്കും? 5 ഡിഫറൻസ് 10 - 5 അല്ലേ? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ തേർഡ് ടേം എത്രയായിരിക്കും? 15 ആയിരിക്കും. ഫോർത്ത് ടേം എത്രയായിരിക്കും? 5 പ്ലസ് ചെയ്യുമ്പോൾ 20 ആയിരിക്കും. പിന്നെ അടുത്തത് എന്തായിരിക്കും? 25 ആയിരിക്കും. പിന്നെ 30. അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ സീക്വൻസ് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. എന്ത് സ്പെഷ്യലാണ് നമുക്ക് എന്താണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്? അത് നമുക്ക് നേരത്തെ അറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും തമ്മിൽ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 35 കിട്ടും അല്ലേ? അതുപോലെ തന്നെ തേർഡ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 35 തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ടേമും ഈ സിക്സ്ത് ടേമും തമ്മിൽ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 35 കിട്ടും. അപ്പൊ ഇതിലുള്ള എല്ലാ പെയേഴ്സിന്റെയും എന്താണ്? സം ഒരുപോലെയാണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ എഴുതാം സെക്കൻഡ് പ്ലസ് ഫിഫ്ത്ത് 35, തേർഡ് പ്ലസ് ഫോർത്ത് 35, ഫസ്റ്റ് പ്ലസ് സിക്സ്ത്ത് എത്രയാണ്? 35 അല്ലേ? അപ്പൊ ഇതിൻ്റെ എല്ലാ പെയേഴ്സിൻ്റെ സമ്മെല്ലാം എന്താണ്? ഒരുപോലെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതായത് നമുക്കിത് നോക്കിയാൽ കാണാം, സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലോട്ട് പോകുമ്പോൾ എത്രയാണ്?
ഒരെണ്ണം ആഡ് ചെയ്യപ്പെടുന്നു അല്ലെ, ഇൻക്രീസ് ആവുന്നു. അതുപോലെ തന്നെ ഈ 5th ടേമിൽ നിന്ന് 4th ടേമിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നു അല്ലെ. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് പോകുമ്പോൾ ഒരെണ്ണം ആഡ് ചെയ്യും അല്ലെ. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരെണ്ണം ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും, 5 പ്ലസ് ചെയ്യും. അതുപോലെ തന്നെ 5th നിന്ന് 4th പോകുമ്പോൾ, 5th എവിടെ? 5th നിന്ന് 4th പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യപ്പെടും അല്ലെ. അപ്പോൾ ഒരു ടേം ഇൻക്രീസ് ചെയ്യുന്നു എന്താണ് കോമൺ ഡിഫറൻസ്, ഒരു ടേം ഡിക്രീസ് ചെയ്യുന്നു കോമൺ ഡിഫറൻസ്. അതുകൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിന്റെ ടോട്ടൽ സമ്മിന് മാറ്റമൊന്നും സംഭവിക്കാത്തത്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, ഇഫ് വൺ പൊസിഷൻ ഇസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഇസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട് ആണ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നത്. ഇവിടെ 5 ആണ് കൂടുന്നത്, ഇവിടെ എന്താണ് 5 ആണ് കുറയുന്നത്. ദ സം ഓഫ് ദ ടേംസ് റിമൈൻസ് അൺചേഞ്ച്ഡ്. അതുകൊണ്ടിട്ട് തന്നെ എന്താണ്, ഈ ടേംസിന്റെ സമ്മ് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഒരു ടേമിന്റെ സ്ഥാനം എത്ര മുന്നോട്ട് പോകുന്നുവോ അതേപോലെ തന്നെ ആ മറ്റേ പദത്തിന്റെ സ്ഥാനം അത്രയും അളവിൽ പിന്നോട്ട് പോകപ്പെടുന്നു. അതുകൊണ്ടിട്ട് രണ്ട് പദങ്ങളുടെയും തുകയിൽ മാറ്റം വരുന്നില്ല. അപ്പൊ ഈ ഒരു ജനറൽ റൂളാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് പഠിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇതുപോലത്തെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ സം ഓഫ് ദ 4th and 8th ടേംസ് ഈസ് 45, 4th പ്ലസ് 8th തന്നിട്ടുണ്ട് 45. 4ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 4th 8th 45 ആണെങ്കിൽ 5th ഇത് ഒരെണ്ണം കൂടുക. 5th ഇവിടെ ഒരെണ്ണം കൂടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം കുറയണം. 5th പ്ലസ് 7th എത്രയായിരിക്കണം? 45 ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ 4th നിന്ന് ഒരെണ്ണം കുറയുമ്പോൾ 3rd നോക്കാം. 3rd പ്ലസ് ഇവിടെ ഒരെണ്ണം കുറയുമ്പോൾ 8th എന്ത് ചെയ്യണം? ഒരെണ്ണം കൂടണം. 3rd പ്ലസ് 9th എന്തായിരിക്കും? 45 ആയിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ പൊസിഷൻസ് എന്താണ്? 4 8 പിന്നെ 5 7 3 9 അല്ലേ. ഇങ്ങനെയാണ് പൊസിഷൻസ് വരുന്നത്. അപ്പൊ എല്ലാ പെയേഴ്സിന്റെ സം എന്ത് തന്നെയായിരിക്കും? 45 തന്നെയായിരിക്കും. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ സമ്മ് മാത്രമേ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇത് ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് ഈ സീക്വൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഈ സീക്വൻസ് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇനി അടുത്തത് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത് ഇതിനെ ആധാരമാക്കി. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സപ്പോസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100. അപ്പൊ ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് 4th ഈസ് 100 എന്നാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിലെന്തായിരിക്കും? ഇതിന്റെ പെയേഴ്സ് ഏതായിരിക്കും? സെക്കൻഡും തേർഡും ഫസ്റ്റും 4th അല്ലേ. സെക്കൻഡ് പ്ലസ് തേർഡ് എത്രയായിരിക്കും? ഫസ്റ്റ് പ്ലസ് 4th എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ. 50 50 ആയിരിക്കും. രണ്ടും സെയിം ആവുകയും വേണം, രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 100 കിട്ടുകയും വേണം അല്ലേ. അപ്പൊ നമുക്കത് കിട്ടി. എത്രയാണ്? 50 50. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ടേംസിന്റെ സം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്ലസ് ഫോർത്ത് നമ്മൾ ആദ്യമേ ചെയ്ത കണക്ക് പോലെ കേട്ടോ. ആ ഫസ്റ്റ് പ്ലസ് ഫോർത്ത് എത്രയാണ്, 50 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടേം ഞാനൊരു 10 ആണെന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ ഫോർത്ത് ടേം എത്രയായിരിക്കും, 40 ആയിരിക്കും അല്ലേ. 10ഉം 40ഉം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 50 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കിട്ടി ഫസ്റ്റ് ടേം 10, ഫോർത്ത് ടേം എത്ര കിട്ടി, 40 അല്ലേ. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ടേം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള സീക്വൻസിലെ മറ്റുള്ള ടേംസും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. ഇപ്പോൾ 4 - 1 എത്രയാണ്, 3. 40 - 10 എത്രയാണ്, 30. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 30/3. കട്ട് ചെയ്യുമ്പോൾ 1 ടൈം 10 ടൈം കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, 10 കിട്ടി അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താണ്, ഫസ്റ്റ് ടേം നമുക്കറിയാം എത്രയാണ്, 10 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എത്രയായിരിക്കും, 20 ആയിരിക്കും. തേർഡ് ടേം എത്രയാണ്, 30 ആണ്. പിന്നെ അടുത്തത് എത്രയായിരിക്കും, 40 ആയിരിക്കും. അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്, ഈക്വൽ ആയിട്ട് ഫോർവേഡും ബാക്ക്വേർഡും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, സെയിം സമ്മാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമുക്കിനി പേജ് നമ്പർ 30 പ്രാക്ടീസ് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് 4 അരിത്തമാറ്റിക് സീക്വൻസസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഇസ് 100. 4 അരിത്തമാറ്റിക് സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിൽ എന്ത് ഇൻഫർമേഷനാണ് തന്നേക്കുന്നത്, ആദ്യത്തെ 4 ടേംസിൻ്റെ പദങ്ങളിലെ തുക തന്നിട്ടുണ്ട്, സം വന്നിട്ടുണ്ട്, 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്രയാണ്, 100. ആദ്യത്തെ 4 ടേംസിൻ്റെ തുക തന്നിട്ടുണ്ട് 100. എന്നിട്ട് ഈ സീക്വൻസ് 4 സീക്വൻസസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താണ്, ഈവൻ നമ്പേഴ്സ് ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പെയർ ചെയ്യാം. അതായത് സെക്കൻഡും തേർഡും പെയർ ചെയ്യാം, ഫസ്റ്റും ഫോർത്തും പെയർ ചെയ്യാം പൊസിഷൻസ്. അപ്പോൾ സെക്കൻഡും തേർഡും അല്ലേ, പിന്നെ ഫസ്റ്റും ഫോർത്തും പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ട്, മൊത്തം 2 പെയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 100 നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 പെയേഴ്സിനും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കണം. പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100ഉം കിട്ടണം, രണ്ടും ഈക്വൽ ആവണം. അപ്പോൾ ഈ 100 എന്ത് ചെയ്യണം, ഈ 2 പെയേഴ്സിന് ഈക്വലായിട്ട് വീതിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത്, 50 കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമ്മളിത് നേരത്തെ പഠിച്ചതുപോലെ ഏതെങ്കിലും ഒരു പെയർ എടുക്കാം. ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് എടുക്കാം. അപ്പോൾ ഏതെങ്കിലും പെയർ എടുത്തിട്ട് അതിൽ ഒരു ടേമിന് നമുക്കൊരു നമ്പർ അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെക്കൻഡും തേർഡും എടുക്കണേണ്. തേർഡ് എടുത്തിട്ട് ഞാൻ സെക്കൻഡിന് ഒരു 10 കൊടുക്കണേണ്. സെക്കൻഡ് ടേം ഒരു 10 കൊടുക്കണേണ്. അപ്പോൾ സെക്കൻഡും തേർഡും പ്ലസ് ചെയ്താൽ 50 കിട്ടണം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് 10 ആണെങ്കിൽ തേർഡ് എത്രയായിരിക്കും, 40 ആയിരിക്കും അല്ലേ. അപ്പോഴാണ് 10ഉം 40ഉം പ്ലസ് ചെയ്താൽ നമുക്ക് 50 കിട്ടണത് അല്ലേ. അപ്പോൾ ഇതിൽ സെക്കൻഡും കിട്ടി, തേർഡും കിട്ടി. സെക്കൻഡ് 10,
തേർഡ്, ഫോർത്ത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആകുമ്പോൾ എല്ലാ ടേംസിൻ്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് അടുത്തടുത്ത ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഈ അടുത്തടുത്ത ടേംസ് ആകുമ്പോൾ ഇതിനിടയിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 30 10നോട് 30 പ്ലസ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടണത്? 40 കിട്ടണത്. അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 40നോട് 30 പ്ലസ് ചെയ്താൽ മതി. എത്ര കിട്ടും? ഫോർത്ത് ടേം കിട്ടാനായിട്ട് 70 കിട്ടും അല്ലേ. ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഫോർത്ത് ടേം ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ആദ്യത്തെ 4 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? 10നോട് എന്ത് ചെയ്യണം? മുമ്പിലോട്ട് പോകാനായിട്ട് 10നോട് 30 മൈനസ് ചെയ്യണം അല്ലേ. ഇതെങ്ങനെ മൈനസ് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈന്. അപ്പോൾ 30ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. എത്രയാണ് വലുതിൻ്റെ സൈൻ? ഏതാണ് വലുതിൻ്റെ സൈൻ? മൈനസ് ആണ്. അപ്പോൾ നമുക്ക് 10ൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പുള്ള നമ്പർ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു സീക്വൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീക്വൻസ് ഇവിടെ എഴുതി വെക്കാം. 10 ആദ്യത്തെ നമ്പർ -20, പിന്നെ 10, പിന്നെ 40, പിന്നെ 70. ഇതാണ് ഒരു സീക്വൻസ്. ഇനി നമുക്ക് ഇതുപോലത്തെ 3 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തത് നമ്മൾ ഇതല്ലേ ഫസ്റ്റ് എടുത്തത്. ഇനി അടുത്തത് നമുക്ക് ഇതെടുക്കാം. ഫസ്റ്റ് പ്ലസ് ഫോർത്ത് ഈക്വൽ ടു 50 അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റിന് ഒരു 10 കൊടുക്കാം. ഫസ്റ്റിന് 10 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഫോർത്ത് എത്ര ആയിരിക്കും? 40 ആയിരിക്കും ഓൾറെഡി. കാരണം നമുക്ക് 50 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടി 10, ഫോർത്ത് കിട്ടി 40. ഇടയിലത്തെ 2 നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമുക്ക് അടുത്തടുത്ത നമ്പേഴ്സ് ആയത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. രണ്ടിനിടയിലുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷവും ഇതിനു മുമ്പുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസും ടേം ഡിഫറൻസും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കോമൺ ഡിഫറൻസ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? 10. ഫോർത്ത് ടേം എത്രയാണ്? 40. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 4 - 1 3. ടേം ഡിഫറൻസ് എത്രയാണ്? 40 - 10 30 അല്ലേ. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 30/3 കട്ട് ചെയ്യുമ്പോൾ 10. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 10 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്. എത്രയാണ്? 10. ഫസ്റ്റ് ടേം 10, രണ്ടാമത്തെ സീക്വൻസ്. ഫസ്റ്റ് ടേം 10, അതിനോട് എത്ര കൂട്ടണം? ഇനി അടുത്ത ടേം കിട്ടാൻ 10 കൂട്ടണം. അപ്പോൾ 20. മൂന്നാമത്തെ ടേം 30. നാലാമത്തെ ടേം നമുക്ക് ഓൾറെഡി അറിയാം 40. ഓക്കെ. അപ്പോൾ അടുത്തടുത്ത 2 നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് 2 ടേംസിനിടയിലുള്ള ടേംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസും ടേം ഡിഫറൻസും കണ്ടുപിടിച്ചിട്ട് രണ്ടും ഡിവൈഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. സെക്കൻഡും തേർഡും എടുക്കാം. സെക്കൻഡ് പ്ലസ് തേർഡ് 50. ഇനി നമുക്ക് സെക്കൻഡിന് ഒരു 15 കൊടുക്കാം. സെക്കൻഡ് 15 ആണെങ്കിൽ 50 കിട്ടാനായിട്ട് എത്ര വേണം? തേർഡിൽ 35 വേണം അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡും കിട്ടി, തേർഡും കിട്ടി. സെക്കൻഡ് 15, തേർഡ് 35. ഇനി ഇതിനിടയിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എത്രയാണ്? 35 - 15 എത്രയാണ്? 20 അല്ലേ. അതായത് 35നോട് 20 കൂട്ടിയാൽ അവിടുത്തെ കിട്ടും. 15നോട് 20 കുറച്ചാൽ ഫസ്റ്റ് ടേമും കിട്ടും. 35നോട്
20 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 55 കിട്ടും. അപ്പോൾ അടുത്ത ടേം 55. ഇനി 15നോട് 20 മൈനസ് ചെയ്യണം അല്ലേ? 15 മൈനസ് 20 ഇങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. അപ്പോൾ 20 നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ 5, വലുതിൻ്റെ സൈൻ -5 കിട്ടും. മൂന്നാമത്തെ സീക്വൻസ്. ഇനി ഇതേ ടേമിൽ തന്നെ നമുക്ക് സെക്കൻഡ് ടേമിന് എന്ത് കൊടുക്കാം? ഒരു 12 കൊടുക്കാം. 50 കിട്ടണം. അപ്പോൾ എത്ര കിട്ടും? 12. 12നോട് എത്ര പ്ലസ് ചെയ്യുമ്പോഴാണ് 50 കിട്ടണത്? 38 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും സെക്കൻഡ് ടേമും കിട്ടി, തേർഡ് ടേമും കിട്ടി. സെക്കൻഡ് ടേമും എഴുതാം, തേർഡ് ടേമും എഴുതാം. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 38 നിന്ന് 12 മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. എത്രയാണ്? 6. 26 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 38നോട് 26 പ്ലസ് ചെയ്താൽ നമുക്ക് നാലാമത്തെ ടേം കിട്ടും. 64 ആണ് നാലാമത്തെ ടേം. 64. ഇനി 12നോട് 26 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. 6 - 2 4, 2 - 1 1. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, -14. ഫസ്റ്റ് ടേം എത്രയാണ്? -14. ഇതാണ് 4 സീക്വൻസസ്. അങ്ങനെ ഇതുപോലെ നമുക്ക് ഏത് നമ്പേഴ്സ് കൊടുത്തിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സീക്വൻസസ് കണ്ടുപിടിക്കാം.